ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6 തിങ്കളാഴ്ചയാണ്. അങ്ങനെ 3 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ തിരികെ മാർക്കറ്റിലേക്ക് വരികയാണ്. വെസ്റ്റ് ഏഷ്യ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാനുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഉടൻ കരാറിലേക്കുള്ള ഒരു സാധ്യത ഉയർത്തിക്കാട്ടി. ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇറാനുമായി ഇന്ന് തന്നെ ഒരു കരാറിലെത്താൻ നല്ല സാധ്യതയുണ്ട് എന്ന് ട്രംപ് പറയുകയുണ്ടായി. അതേസമയം ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കാത്ത പക്ഷം അമേരിക്ക വലിയ സൈനിക ആക്രമണം നടത്തുമെന്നും ഇറാന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടയിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ലോകത്തിന് നിർണായകമായിരിക്കും എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ 48 മണിക്കൂർ സമയം മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെ ഹെൽ വിൽ റെയിൻ ഡൗൺ എന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ആകാശത്ത് പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്ന് അമേരിക്ക പറയുമ്പോഴും ധാരാളം അമേരിക്കയെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അമേരിക്ക A-10 വാർടോഗ് ഫൈറ്റർ ജെറ്റ് കുവൈറ്റിൽ തകർന്നു വീണു. ഒരു അമേരിക്കൻ പൈലറ്റിനെ കാണാതായിട്ടുണ്ട്. തിരച്ചിലിനായി പോയ അമേരിക്കൻ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്കും ആക്രമണം നേരിട്ടിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കാം. അതിന് മുന്നേയായി US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച പോസിറ്റിവിറ്റിയിലാണ്. അതായത് 5 ആഴ്ചത്തെ നഷ്ടത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച പോസിറ്റീവ് ക്ലോസ് ചെയ്യുന്നു. S&P 500 ഏകദേശം 6% ഉയർന്നത്. ഇന്നിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് നഷ്ടത്തിലാണ്. S&P 500 0.24% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 2.37% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.28% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.43% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1% ഇടിവും ഉണ്ടാക്കി. യൂറോപ്യൻ മാർക്കറ്റുകൾ കഴിഞ്ഞ ദിവസം മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ്, നിക്കി കൂടാതെ സൗത്ത് കൊറിയൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു റിക്കവറിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,661 അതായത് 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്കാണ്. 2 ആഴ്ചത്തെ ഉയർന്ന നിലയിൽ നിന്ന് ഏകദേശം 3.6% ഒരു ഇടിവ് സ്പോട്ട് ഗോൾഡിലുണ്ടായിരുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,10,680 എന്ന നിലയിലാണ്. ട്രംപിന്റെ പുതിയ ഭീഷണികൾക്ക് ശേഷം ഓയിൽ പ്രൈസുകൾ വീണ്ടും ഉയർന്നു. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ $111 ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഡോളറിലും നേട്ടം തന്നെയാണ് കാണുന്നത്. ബിറ്റ്കോയിനിലേക്ക് വന്നാൽ 2.5% മുകളിലുള്ള ഒരു നേട്ടത്തിൽ $69,000 ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഡെയിലി മാർക്കറ്റ് ന്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്ത്യൻ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ 100% ഫാർമ താരിഫ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ഫാർമ കമ്പനികളെ എത്തരത്തിലാണ് ബാധിക്കുക എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന പേറ്റന്റ് ഡ്രഗ്സിൻ്റെയും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനും 100% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ജനറിക് ഡ്രഗ്സിന് ഈ താരിഫ് ബാധകമല്ല. ഇതാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു രക്ഷാകവചമായിരിക്കുന്നത്. ഇന്ത്യയുടെ US ഫാർമ എക്സ്പോർട്ടിൽ ഏകദേശം 90% ജനറിക്സ് മെഡിസിൻസ് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, സൺ ഫാർമ, സിപ്ല, സൈഡസ് ലൈഫ് സയൻസ് ഇവയ്ക്കെല്ലാം US തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. ഇത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു താരിഫ് കുറയ്ക്കാൻ ഓൾറെഡി ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ താരിഫ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അയർലാൻഡ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, UK, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ്. അതായത് ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത് ഫാർമ കമ്പനികൾ വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. അതിനാൽ സൺ ഫാർമയായാലും സിപ്ലയായാലും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒക്കെ ആയാലും ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. US പോളിസിയൊക്കെ എപ്പോഴാണ് മാറുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ US പോളിസിയൊക്കെ മാറുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിലൊക്കെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ നിലയിൽ ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയായിട്ട് തന്നെ നമുക്ക് കാണാം.
ഇവിടെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. ആദ്യം നമ്മൾ Q4 അപ്ഡേറ്റുകളാണ് നോക്കുന്നത്. HDFC ബാങ്ക് ആവറേജ് അഡ്വാൻസ് അണ്ടർ മാനേജ്മെൻറ്റിൽ 10% വർധനവാണ് വന്നിരിക്കുന്നത്. ഗ്രോസ് അഡ്വാൻസിൽ 12% വർധനവ് വന്നിരിക്കുന്നു. പീരീഡ് എൻഡ് ഡെപ്പോസിറ്റ്സിൽ 14.4% വർധനവും ഇപ്പോൾ രേഖപ്പെടുത്തി. HDFC ബാങ്കിനെ സംബന്ധിച്ച് ഒരു മികച്ച ക്വാർട്ടർ ആയിരിക്കും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അടുത്ത ബജാജ് ഫിനാൻസ് ആണ്. Q4 അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ ഫ്രാഞ്ചൈസി 119.33 മില്യണിലാണുള്ളത്. കസ്റ്റമർ ഫ്രാഞ്ചൈസിയിൽ 3.93 മില്യൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ന്യൂ ലോൺസിൽ 20.5% വർധനവ് വന്നു. AUMൽ 22% വർധനവും രേഖപ്പെടുത്തി. അടുത്ത് ആക്സിസ് ബാങ്ക് ആണ്. ഗ്രോസ് അഡ്വാൻസിൽ 18.4% വർധനവ് വന്നു. 12.44 കോടി രൂപയിലാണ് ഗ്രോസ് അഡ്വാൻസ് ഉള്ളത്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 13.9% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ കാസ ഡെപ്പോസിറ്റ്സിൽ 10.6% വർധനവും ടേം ഡെപ്പോസിറ്റ്സിൽ 16.1% വർധനവുമാണ് ബാങ്ക് രേഖപ്പെടുത്തിയത്. മറ്റൊരു ഫിനാൻസ് കമ്പനി L&T ഫിനാൻസ് ആണ്. റീറ്റെയിൽ ഡിസ്ബേഴ്സ്മെൻറ്റിൽ 62% വർധനവാണ് രേഖപ്പെടുത്തിയത്. റീറ്റെയിൽ ലോൺ ബുക്കിൽ 26% വർധനവും വന്നിരിക്കുന്നു. അടുത്ത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. ഗ്രോസ് അഡ്വാൻസിൽ 19.42% വർധനവ് വന്നു. ഡെപ്പോസിറ്റ്സിൽ 11.05% വർധനവ് രേഖപ്പെടുത്തി. കാസ ഡെപ്പോസിറ്റ്സിൽ വർധനവുണ്ടായത് 6.88%. അടുത്ത് യെസ് ബാങ്ക് ആണ്. ലോൺസ് ആൻഡ് അഡ്വാൻസിൽ 10.7% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെപ്പോസിറ്റ്സിൽ 12.1% വർധനവ് വന്നിരിക്കുന്നു. കാസ റേഷ്യോയിൽ അടുത്തായി FID ആക്ടിവിറ്റിയിലേക്ക്. വ്യാഴാഴ്ച FIS അതായത് ഏപ്രിൽ 2-ാം തീയതി FIS 9,931 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 7,208 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നിഫ്റ്റിയുടെ വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് ആദ്യം നോക്കാം. 22,713-ൽ 34 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി വ്യാഴാഴ്ച ക്ലോസ് ചെയ്യുന്നത്. വലിയൊരു ഗ്യാപ് ഡൗണിൽ നിന്ന് ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ നല്ലൊരു റിക്കവറി ലഭിച്ചത് എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അവധിയുമായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വെച്ച് ഏകദേശം 200 പോയിൻറ്റ്സിലേറെയുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഏതായാലും വലിയ വോളറ്റാലിറ്റി തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, വ്യാഴാഴ്ചത്തെ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നല്ല പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ അത് കാണാം. അത്തരത്തിലാണെങ്കിൽ ഈ ഒരു ചാനൽ പാറ്റേണിൻ്റെ ഹൈ വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഈ ഒരു സപ്പോർട്ട് സോൺ വളരെ പ്രധാനപ്പെട്ടതാവാനും സാധ്യതയുണ്ട്. ഏതായാലും ഇതുവരെയും നമ്മൾ പറഞ്ഞ ഈ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോൺ ടച്ച് ചെയ്തിട്ടില്ല. ഏതായാലും നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ പാറ്റേണിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,549-ൽ 100 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വ്യാഴാഴ്ച നമുക്ക് നിഫ്റ്റിയിലുണ്ടായ ആ ഒരു പോസിറ്റിവിറ്റി അത് ബാങ്ക് നിഫ്റ്റിയുടെയും കൂടാതെ IT ഇൻഡെക്സിൻ്റെയും സഹായത്തോടു കൂടിയാണ് കിട്ടിയത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു മോർണിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഫോം ചെയ്തത് എന്ന് കാണാം. അത് ഒരു റിവേഴ്സലിൻ്റെയൊക്കെ സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതുമാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു ഹൈക്ക് മുകളിലായിട്ടൊക്കെ ഉള്ള ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. ഇനി അപ്സൈഡിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് നമ്മൾ വരച്ച ഈ ഒരു അപ്സൈഡിലെ സോൺ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,807-ഉം 49,427-ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്.
ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.